ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കസ്റ്റർഡ് വെച്ചിട്ടുള്ള വാനില ഫ്രൂട്ട് സലാഡാണ്. അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1 ലിറ്റർ പാലിലാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 1 ലിറ്റർ പാൽ നമുക്ക് ചൂടാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്യാസിലേക്ക് വെക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് പാൽ അതിൽ തന്നെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് കസ്റ്റാർഡിൻ്റെ പൗഡർ ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് ഇളക്കിയിട്ട് 4 സ്പൂൺ കേട്ടോ, ഒരു 3-4 സ്പൂൺ നമ്മൾ ചേർക്കാം. അതിനിടയിൽ തന്നെ നമ്മൾ വേറൊരു പാത്രത്തിൽ നമ്മുടെ ചൗവരി വേകാൻ വയ്ക്കാം. അതിൻ്റെ കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പാല് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചേക്കുന്ന മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കസ്റ്റാർഡ് പൗഡർ നമ്മൾ ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൈ ഇളക്കാതെ തന്നെ, കൈ മാറ്റാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ട പിടിച്ചു പോകും. അപ്പോൾ നമ്മുടെ ഇവിടെ പാൽ ഏകദേശം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് ചവ്വരി ഏകദേശം ആകാറായിട്ടുണ്ട്. നമ്മളിതൊക്കെ എല്ലാം റെഡിയാക്കി മാറ്റി തണുക്കാൻ വെക്കണം. തണുത്ത് കഴിയുമ്പോഴേക്കും നമ്മളതിനകത്തേക്ക് ഫ്രൂട്ട്സൊക്കെ ചേർക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ സെർവ് ചെയ്യാൻ സമയമാകുമ്പം ചേർത്താലും മതി, അതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത്. ഇപ്പോൾ നമ്മൾ ഈ മധുരം ആദ്യം തന്നെ മധുരവും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മധുരത്തിന് പകരം കുറച്ച് പഞ്ചസാരയും പകുതി നമ്മൾ ഇതാ ചേർക്കുന്നത്, കണ്ടൻസ്ഡ് മിൽക്കും കൂടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിനകത്തേക്ക് പഞ്ചസാര കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ചവ്വരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടും തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. 2 തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കാം. ഫ്രൂട്ട്സ് ഇപ്പം കട്ട് ചെയ്യാൻ പോവുക. അപ്പോൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുവാണ്. ആഡ് ചെയ്യുമ്പോൾ ഇതേ കൺസിസ്റ്റൻസിയിൽ വരും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡാണിത്. എല്ലാവരും ട്രൈ ചെയ്യുക, കമൻറ്റ് ഇടുക. താങ്ക് യു.